വിചാരിച്ചതാ. അയ്യാ, എന്നിട്ട് എന്താ നിങ്ങൾ എന്നെ തല്ലി കൊല്ലാത്തെ? വെറുതെ എന്തിനാ കക്കൂസി കൊട്ടി കുളിച്ചിട്ട് ജയിലിൽ പോണെന്ന് ഓർത്തിട്ടാ. മനുഷ്യ, എന്നെ പറഞ്ഞാ മതിയല്ലോ. കുഞ്ചാക്ക ബോബനെ പോലുള്ള എത്ര ആൾക്കാർ വന്നതിന് പെണ്ണ് കണ്ടതോ, അവസാനം കിട്ടിയതോ ഈ ശങ്കരാടിയെ പോലുള്ള ഇയാളെ. അയ്യോ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ചെയ്ത് അവള് കിള്ളി കുളിച്ചാനെ. നിനക്ക് ഞാനിപ്പോ ശങ്കരാടി ആയില്ലടി. ഇടി കല്യാണം കഴിക്കണേക്ക് മുമ്പ് ഞാൻ ആപ്പിള് പോലെ ഇരുന്നാടി. ഇപ്പഴാണ് ഞാൻ ഇപ്പിള് പോലെ ആയത്. പപ്പയും മമ്മിയും ഗുരുവായൂർ 101 പ്രാവശ്യം ഉരുളാൻ പോണ്. ഞങ്ങളോട് അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഈട്ടി വെട്ടിയവന്റെ മൂക്കിന് ആടുമുള്ളി എന്ന് പറഞ്ഞ പോലെ ആയി. എന്റെ പൊന്നു മക്കളെ, നിന്റെ പപ്പയോടും മമ്മിയോടും പറ 101 പകരം 1001 പ്രാവശ്യം ഞങ്ങൾ പോയി ഉരുണ്ടോളാന്ന്. എന്നാലും നിന്നൊന്നും കൂടെ വിട്ടേക്കല്ലേന്ന്. പള്ളിക്കാരെ നിന്റെ വീട്ടുകാരെന്തിനാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നേ? പള്ളിയിൽ മാത്രം പോയാൽ ഞങ്ങൾ നേരെ അവളെന്ന് പറഞ്ഞ അമ്പലത്തിൽ പോയത്. മാത്രമല്ല, ഈ മാസം വെക്കേഷൻ അല്ലേ, ഞങ്ങളുടെ വീട്ടുകാര് ഞങ്ങളെ ആശ്രമത്തിലാക്കാനാ പ്ലാൻ. തല്ലിക്കൊന്നാൽ ഞങ്ങൾ ആശ്രമത്തിൽ പോവില്ല. ഇപ്പൊ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് ഞങ്ങളെ വേണ്ട. നിന്നൊന്നും നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തതേ നീ ഒന്നും നേർവഴിക്ക് നടക്കാത്തോണ്ടാ. നേർവഴി സത്യവും ഞാനാന്ന് പറഞ്ഞ കർത്താവിനെ കുരിശിത്തറിച്ച ആൾക്കാരാ. എന്നിട്ടാ ഞങ്ങള് മോനെ ബോബാ മോനൊന്ന് വന്നേ. അയ്യോ, അവിടെ ഒരു മഴയില്ലാതെ കല്ല. മൂത്രത്തിൽ കല്ല് എഴുതിയില്ലോ. മൂത്രത്തിൽ കല്ലല്ല, പോണ നോക്കിന് പട്ടീന്ന് എറിയാൻ പറ്റ കല്ല. എന്റെ ബോബ അങ്ങനൊന്നും ചെയ്യരുത്. നമ്മൾ നല്ലത് ചെയ്താ സ്വർഗത്തിൽ പോവാം, ചീത്ത ചെയ്താ നരകത്തിൽ പോവാം. അപ്പൊ വീഗാലാൻഡിൽ പോകാൻ എന്ത് ചെയ്യണം? നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ഒന്നും ഈ ജന്മത്തിൽ നന്നാവാനും പോടില്ല. ഈ സമയത്ത് മെനകെട്ട ഫോൺ കമ്പനിക്കാരുടെ ഓരോ മെസ്സേജ്. അയ്യോ അവരുടെ അല്ല. അയ്യോ പേടി ടിന്റുമോന്റെ മെസ്സേജ്. ഈ ചെറുക്കൻ മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിച്ച് കൊല്ലൂട്ടവൻ. ഡുണ്ടുമോൻ അച്ഛന് വെലിയിടുന്നു, പക്ഷെ കൈയടിച്ചിട്ട് വെലിച്ചോറ് തിന്നാൻ കാക്ക വരുന്നില്ല. അപ്പോൾ ടിന്റുമോൻ 2 രൂപയുടെ അരി കൊണ്ട് വെലിച്ചോറുണ്ടാക്കിയാൽ കാക്ക പോട്ട് പട്ടി പോലും വന്ന് തിന്നില്ലെന്ന. വയറ്റിലിപ്പോ 6 പാക്ക് ഉണ്ടായത്. അല്ലെങ്കിൽ എല്ലാവർക്കും ടിന്റുമോൻ മതി. ടിന്റുമോന്റെ തമാശ കേട്ട് ആരാ ചിരിക്കാത്തത്? നീ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത. ഞാൻ ഇന്നലെ ടിന്റുമോന്റെ പുതിയൊരു ബുക്ക് മേടിച്ച് അകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തിരുന്നത് വായിച്ച് പെട്രോൾ ജീപ്പ് ഷാത്താകണം. നമുക്ക് അകത്ത് വെച്ചിരിക്കാം. കണ്ടോ, നമ്മൾ ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഇപ്പൊ ടിന്റുമോൻ മതി. ഒരു ടിന്റുമോൻ. ശരിയാണ്, ടിന്റുമോനെ കണ്ടുപിടിച്ച് ഒതുക്കണം. ഇല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ നമ്മുടെ വില പോകും. എന്താ നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു? ഭാരതം എന്റെ രാജ്യമാണ്. ടിന്റുമോൻ എന്റെ ശത്രുവാണ്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ കോമഡി കണ്ട് ചിരിച്ചാൽ മതി. ഇന്നത്തേക്ക് 16-ാം ദിവസം നമ്മൾ ഈ ടിന്റുമോനെ കണ്ടുപിടിച്ചിരിക്കും. ഇത് പറയുന്നത് മടത്തൽ ശാന്തയെ മണലോൺ കഴിച്ച ബോബനാണെങ്കിൽ ഇത് സത്യം. പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആ എലിപ്പിച്ചേട്ടന്റെ സഹായം ഒന്ന് ചോദിച്ചാലോ? പക്ഷേ അയ്യലിപ്പ് എവിടെ കാണും? റേഡിയോ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കാണും. അവിടെ ഇല്ലെങ്കിലോ? അയൽക്കൂട്ടം മീറ്റിംഗിന്റെ പുറകിൽ കാണും. അവിടെയും ഇല്ലെങ്കിലോ? എങ്കിൽ മഹിളാ സമാജത്തിന്റെ സൈഡിൽ കാണും. അവിടെയും ഇല്ലെങ്കിലോ? അയാൾ ചത്തു എന്ന് വിചാരിച്ചാൽ മതി. എങ്കിൽ നമുക്ക് അയാളെ കൈയോടെ പൊക്കാം. ഭവതി, എനിക്ക് പറയാനുള്ളതെല്ലാം ഈ കത്തിലുണ്ട്. ഇതെന്റെ ഹൃദയമാണ്. ഒന്ന് വായിച്ചു നോക്കൂ പ്ലീസ്. 1 കിലോ പിണ്ണാക്ക്, 1/2 കിലോ തോരമ്പരിപ്പ്, 1 കിലോ മുളക് പൊടി. ഇതൊക്കെയാണോ മനസ്സിന്? സോറി, ലെറ്റർ മാറിപ്പോയി. ഇതാണ് എന്റെ പുതിയ മാറിപ്പോയ ഹൃദയം. എവിടെ നോക്കട്ടെ. 2 മലകൾക്കിടയിൽ നിന്ന് ചോദ്യചിഹ്നം പോലെ ഉദിച്ചു വരുന്ന എന്റെ കരളെ. അതെ, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ
അല്ല, സ്ഥാനം പിടിച്ചവളേ. ഇതാണ് ഒരു ലെറ്റർ. അത് കീറി കളഞ്ഞു. ഒരു സാഹിത്യകാരന് പൈന്റും ദിനേശ് വീടിയും വാങ്ങിക്കൊടുത്ത് എഴുതിച്ചതാ. ആ കുഴപ്പമില്ല, ഫോട്ടോസ്റ്റാറ്റ് ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ള വൃത്തിയുടെ ലെറ്റർ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് എൽപ്പിച്ചേട്ടനെ ഇഷ്ടം. ആണോ? പിന്നെ സത്യം. ആ എന്റെ ദൈവമേ, ഇന്നത്തെ ദിവസം ഞാൻ അടിച്ചു പൊളിക്കും. പെണ്ണെ, പുതിയതാ, എങ്ങനെയുണ്ട്? കൊള്ളാം. കൽവിളക്കിൽ കരിമഷി തേച്ചതുപോലുണ്ട്. എന്നെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൽപ്പിച്ചേട്ടനെ സ്നേഹിക്കാം. സത്യം, നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും സ്നേഹിക്കില്ല. പക്ഷെ നീയും അങ്ങനെ തന്നെ ആവണം. അത് പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ. എന്നിട്ടാണോ നീ പല ആണുങ്ങളുടെയും കൂടെ ബൈക്കിൽ ഇരുന്ന് കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, അതൊക്കെ എന്റെ ബ്രദർ അല്ലേ. അതൊരു ബ്രദർ എന്റെ ഫാദർ ആയിരുന്നു. ഞാൻ സ്നേഹിച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ വരുമോ? പിന്നില്ലേ, എന്റെ അമ്മയെ പോലെ ഉപേക്ഷിച്ച് ഞാൻ വരും. എന്നാ ഞാൻ എന്റെ കുഞ്ഞിനെ പോലെ ഉപേക്ഷിച്ച് ഞാനും വിട്ടു. ഞാനൊരു കുഞ്ഞിനെ പോലെ നോക്കിക്കോളാം. പേടിപ്പിച്ചു കളഞ്ഞു. എന്നെ മാത്രം നീ കുഞ്ഞുങ്ങളെ പോലെ നോക്കിയാ പോരാ. പിന്നെ എനിക്കുള്ള 2 മക്കളെ കൂടി നീ കുഞ്ഞുങ്ങളെ പോലെ നോക്കണം. നീലക്കണ്ണല്ലെന്ന് അതുകൊണ്ട് ചമന്നിരിക്കുന്നതാ. അല്ല, ഇതായി ബോളിയും മോളനോ? അല്ല, മോവനും മോളിയോ? നിങ്ങൾ ഇതെല്ലാം കണ്ടു അല്ലേ? എൽപ്പിച്ചേട്ടൻ നല്ല തടിച്ചിട്ടുണ്ടല്ലോ. എടി മോളി, സുന്ദരികളായ സ്ത്രീകൾക്ക് ഇടിയന്മാരായ ആങ്ങമാരുണ്ടെങ്കിൽ ആരും ഒന്ന് തടിക്കും. ഇത്രയും നല്ല പെണ്ണുങ്ങളുടെ പിറകെ നടന്നിട്ടും എൽപ്പിച്ചേട്ടനൊരു ലൈൻ വീഴ്ന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അതിന് പെണ്ണുങ്ങളെ പറയുകയാണെങ്കിൽ ഒരു കാര്യമില്ല. പിന്നെ ഈ മുടിയും താടിയൊക്കെ വെട്ടി ഒന്ന് കുളിച്ച് വൃത്തിയായാലേ രക്ഷപ്പെടും. കുളിച്ചെന്ന് പറഞ്ഞ ആരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? ഷക്കീല ഒരു പഠിച്ചു തന്നെ എത്ര കുളിച്ചിട്ടാണെന്നറിയാം ആ പുള്ളിക്കാരി രക്ഷപ്പെട്ടത്. നിങ്ങൾ വന്ന കാര്യം പറ. എന്നെ മോളെ, ഞങ്ങൾക്കൊരു ശത്രുവുണ്ട്, ടിൻറ്റുമോൻ. അവനെ കണ്ടുപിടിച്ച് ഒതുക്കണം. അതിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം. ആഹാ, അതാണല്ലേ കാര്യം. നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? എന്ത് വേണം? ട്രേസി ചേച്ചിയുടെ മൂത്ത മകൾ ഷേർലി. അവളെ കൊണ്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുത്തിക്കണം. അയ്യേ, അതിനെ ഷേർലി ചേച്ചി രണ്ട് പ്രസവിച്ച പെണ്ണല്ലേ. അത് വരവില്ല. ചെമ്പുകലും ചളിങ്ങിയതാണെങ്കിലും കൊടുത്താൽ നല്ല വില കിട്ടും. അതൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. പക്ഷെ ഈ ടിൻറ്റുമോനെ കിട്ടാൻ എന്താ വഴി? എല്ലാ വഴിയും എനിക്കറിയാം. ടിൻറ്റുമോൻ ഇപ്പോൾ ചെറുമന ഇല്ലത്തുണ്ട്. ചെറുമന ഇല്ലത്ത് പോയി നമുക്ക് അവനെ പൊക്കാം. വൈകുണ്ഠ പുരവാസനെ ശ്രീരംഗനാഥനെ ഭൂലോക വൈകുണ്ഠ പുരവാസനെ ശ്രീരംഗനാഥനെ ഭൂലോക വൈകുണ്ഠ പുരവാസനെ ശ്രീരംഗനാഥ. ഈ തറവട്ടിൽ കഞ്ഞി വെച്ചിട്ട് 3 ദിവസമായി. എന്നിട്ട് ഇത്രയും തൊഴിലുറക്കാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി? എവിടെ പൊട്ടം തമ്പരാനെ, ഒന്ന് പതക്കെ പറയാ. അകത്ത് ടിൻറ്റുമോനുണ്ട്, അവനെ ശല്യം ചെയ്യരുത്. പിന്നെ അവൻ SSLC പരീക്ഷ എഴുതാൻ പോവുകയല്ലേ. ഓ, എനിക്ക് വയറ് വെച്ചോണ്ട് വയ്യ. ഒരു കാര്യം ചെയ്യേ, അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടിന് മുക്കാനെന്ന് പറഞ്ഞ് കുറച്ച് കഞ്ഞവെള്ളം മേടിച്ചോണ്ട് പോവാ. ഇനി അത് നടക്കും തോന്നില്ല. കാരണം മുണ്ടിന് മുക്കണ പേരും പറഞ്ഞ 3 പ്രാവശ്യം മേടിച്ചു കുടിച്ചു. ആവോ, എന്നിട്ട് എന്നെ കുടല് കഴിയുന്നു. വീടിക്കകത്ത് ചുക്കയില്ലാത്ത തീ മൊത്തം വായിലേക്ക് കയറി. വീടിയുടെ ഉള്ളിലൊന്നുമില്ല, എന്റെ ഉള്ളിലൊന്നുമില്ല. ഇവിടെ ആരുമില്ലേ? ഹായ്, നല്ല ഇല്ല. അകത്ത് വല്ല അന്തർജനവും കാണും. ഒന്ന് തപ്പി നോക്കാം. പാട്ട് പഠിക്കാൻ വന്നതാണോ? അല്ല, ടിൻറ്റുമോനെ തപ്പി വന്നതാ. എന്താ കാര്യം? അത് ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം. ഒളിഞ്ഞെന്ന് മെസ്സേജ് അയക്കാതെ മുഖത്തോട് മുഖം വരാൻ പറ അവനോട്. നിങ്ങൾക്ക് ടിൻറ്റുമോനെ കാണണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ? അതെ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ പോകൂ. വിളിക്കാമോ? പക്ഷേ ലോകമെമ്പാടും SMS അയക്കുന്ന ആ അവതാരപ്പിറവിയുടെ വിശ്വരൂപം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ദാ കാണുക. കോമഡി മൊത്തം കോപ്പി അടിച്ച് ഇയാൾ ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കുന്നോ? ഞാൻ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി കുത്തിയിരുന്ന് മെസ്സേജ് അയക്കുന്നതല്ല. പിന്നെ പറ, ആരാ നിങ്ങൾ? പിന്നെ കുറെ മൊബൈൽ കമ്പനിക്കാരെല്ലാം പിടിച്ച് കൂട്ടിയിട്ടിട്ട് ടിന്നുപോല ഗുണ്ടുപോലാന്ന് പറഞ്ഞ് ഭക്ഷണവും തരാതെ ചക്കലക്കിട്ട് ചെയ്യിപ്പിക്കില്ല പണിയായതൊക്കെ. സത്യം പറഞ്ഞ എന്റെ പേര് ടിന്നുപോലെന്നൊന്നും അല്ല. പിന്നെന്താ? കുഞ്ഞിരാമൻ. അയ്യോ, മൊബൈൽ കമ്പനിക്കാര് ഓണത്തിനയക്കാനുള്ള ടിൻറ്റുമോൻ മെസ്സേജ് അയക്കാതെ നീ ഇവിടെ വന്നിരിക്കുവാണോ? ഇപ്പൊ അയക്കാവേ.
നിങ്ങളെ കൊണ്ടുപോവാ സ്വാമികളെ കയറി വന്നാലും മൂന്നാഴ്ചകൾക്ക് ശേഷമുള്ള ഒരു സുപ്രഭാതം. ബോബനും മോളിയും പോയതിനു ശേഷം ശരീരത്തിനൊരു സുഖമുണ്ട്. നാട്ടുകാരുടെ ചീത്ത വിളിയും കേൾക്കണ്ട. കഴിക്കുന്ന ആകാരം ശരീരത്തിൽ തന്നെ ഉണ്ട്. എന്നാലും നമ്മുടെ മക്കള് പോയതിനു ശേഷം ഈ വീട് ഒന്നും ഉറങ്ങി. ശരിയാ, അവര് പോയതിനു ശേഷമാ ഞാനും ഒന്ന് ഉറങ്ങിയത്. പപ്പ, മമ്മി, അയ്യോ എന്റെ മക്കള്. മക്കളെ, നിങ്ങൾ ആശ്രമത്തിന്റെ പരോളിന് വന്നതാ? ഞങ്ങൾ പരോളിൽ ഒന്നുമില്ല. പിന്നെ ആശ്രമം പോലീസ് റെയ്ഡ് ചെയ്തു. അവിടെ എന്തൊക്കെയാ വൃത്തികേടുകൾ നടക്കുന്നതെന്ന് അറിയാമോ? അവിടുന്ന് ഒഴിച്ചാക്കി കഞ്ചാവും ആനക്കപ്പും പിന്നെ കുറെ സീഡുകൾ അവര് കൊണ്ടുപോയി. പ്രായപൂർത്തിയായ എല്ലാ പെണ്ണുങ്ങളെയും പോലീസ് പൊക്കി. ഞാൻ പ്രായപൂർത്തിയാവാത്തോണ്ട് എന്നെ പൊക്കില്ല. അയ്യോ മക്കളെ, പപ്പയും മമ്മിയും അറിഞ്ഞില്ല മക്കളെ ഇത്രയും വലിയ അലമ്പ് ആശ്രമത്തിലാ കൊണ്ടാക്കിയതെന്ന്. ഞങ്ങളോട് ക്ഷമിക്കണേ. ഇനി എന്റെ പൊന്നുമക്കൾ രണ്ടുപേരും ഈ വീട് വിട്ട് ഒരു ആശ്രമത്തിലും പോണ്ട. പോകണ്ടെന്നാ. അവിടെ ഇത്രയും വലിയ തെറ്റപ്പിള്ളകാരും ഞങ്ങൾ അറിഞ്ഞില്ല. ഇനി ഞങ്ങൾ അവിടെ തന്നെ കൂടാൻ പോവുക. ഇനി ഞങ്ങൾ ആരും തിരിച്ചു വിളിക്കാൻ അങ്ങോട്ട് വരരുതെന്ന് പറയാൻ വന്നതാ. ഗോപയല്ല, ഗോപൻ തിരുവടികൾ. വേണോ പിന്നെ ബോണ്ട വേണോ ഉത്തപ്പം വേണോ പിന്നെ ബോണ്ട വേണോ ഈ ചാക്കുചേട്ടൻ തന്ന പുട്ടു വേണോ കടലിൽ പഴം ചേർത്ത് കടലിൽ പരിപ്പ് ചേർത്ത് നൽകിയിടാം പാൽപ്പായസം. ഇന്നു തന്നെ ആ വേണത്തിന് ശരി വാരി തന്നെ ആ വേണ്ട വേണ്ട ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ ഈ ചക്കുചേട്ടൻ തന്ന പുട്ട് വേണോ. ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ ഈ ചക്കുചേട്ടൻ തന്ന പുട്ട് വേണോ. കടലിൽ പഴവും ചേർത്ത് കടല പരിപ്പും ചേർത്ത് നൽകിയിടാം പാൽപ്പായസം. ഇന്നു തന്നെ ആ വേണത്തിന് ശരി വാരി തന്നെ ആ വേണ്ട വേണ്ട ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ ഈ ചക്കുചേട്ടൻ തന്ന പുട്ട് വേണോ. ഹലോ യൂത്തിലെ എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. അടുത്തതായി രാമായണക്കാറ്റ് പോലെ നമ്മുടെ കൊച്ചു റിയാമോൾ ആദ്യമായിട്ട് ഒരു സിംഗിൾ ഡാൻസുമായി നമ്മുടെ മുന്നിൽ വരികയാണ്.